എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഡിജി തോമസ്. പ്രധാന വാർത്തകൾ. വയനാട് പുനരധിവാസം വൈകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ EP ജയരാജന് രൂക്ഷ വിമർശനം. 23ാമത് പരമതത്വ സമീക്ഷാ സത്രത്തിന് പരിസമാപ്തിയായി. തിരുവല്ലാമലയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് സ്ത്രീക്ക് ദാരുണാന്ത്യം. പെരിയ ഇരട്ടക്കൊലക്കേസിലെ CBI കോടതി വിധിയിൽ CPIMന് തിരിച്ചടിയില്ലെന്ന് മന്ത്രി P രാജീവ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനിരയായ സ്ത്രീ നൽകിയ പരാതിയെ തുടർന്ന് മുൻ ബാങ്ക് മാനേജരെ പ്രതി ചേർത്ത് കേസെടുക്കാൻ കോടതി ഉത്തരവ്. സിനിമ സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വാർത്തകൾ വിശദമായി. വയനാട് പുനരധിവാസം വൈകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വയനാട് പുനരധിവാസം വൈകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ജനുവരി ആദ്യവാരം ഭൂമിയും വീടും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തവരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വയനാട്ടിലെ ഭൂമി ഏറ്റെടുക്കൽ നടപടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് എസ്റ്റേറ്റ് ഉടമകൾ കോടതിയിലെത്തിയത്. അത് കോടതി അനുവദിച്ചിരുന്നെങ്കിൽ വലിയ പ്രതിസന്ധിയായേനെ. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം പണം നൽകേണ്ടതെന്ന് കോടതി വിധിയിലുണ്ട്. പണം ബോണ്ട് വെച്ച് സ്വീകരിക്കാമെന്നാണ് കോടതി പറഞ്ഞത്. കാലതാമസം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഡിസാസ്റ്റർ ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ EP ജയരാജന് രൂക്ഷ വിമർശനം. CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ EP ജയരാജന് രൂക്ഷ വിമർശനം. പ്രകാശ് ജാവേദ്കറെ കണ്ടതല്ല പ്രശ്നം. ദല്ലാൽ നന്ദകുമാറുമായി EP ജയരാജന് എന്തു ബന്ധമെന്ന് പ്രതിനിധികൾ ചോദിച്ചു. വിഷയം എന്തുകൊണ്ട് പാർട്ടി പരിശോധിക്കുന്നില്ലെന്നും പ്രതിനിധികൾ വിമർശിച്ചു. പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ 2ാം ദിവസം ഇന്ന് ആരംഭിക്കുകയാണ്. അതിന്റെ മുന്നോടിയായി പൊതുചർച്ച ഇന്നലെ പകുതിയോളം അവസാനിച്ചിരുന്നു. ഈ പൊതുചർച്ചയിലാണ് EPക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ജില്ലാ നേതൃത്വത്തിനെതിരെയും സമ്മേളനത്തിൽ രൂക്ഷ വിമർശനമുണ്ട്. ഇന്നലെ തുടങ്ങിയ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനമാണ് പ്രതിനിധികൾ നേതൃത്വത്തിൽ ഉയർത്തിയത്. ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നിലപാടായിരുന്നു ശരിയെന്ന് തെളിഞ്ഞതായും എന്നാൽ കണ്ണൂർ പത്തനംതിട്ട നേതൃത്വങ്ങളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞില്ല എന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. PP ദിവ്യ CPIM ആയതിനാൽ മാത്രമാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ഇത്ര കണ്ട് വേട്ടയാടിയത് എന്നും വിമർശനമുണ്ട്. തിരുവല്ല വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതൃത്വം ഒരു വിഭാഗത്തിന് ഒപ്പം സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു. പൊതുചർച്ച പൂർത്തിയാക്കി ഇന്ന് നേതൃത്വം ചർച്ചയ്ക്ക് മറുപടി നൽകും. നാളെയായിരിക്കും പുതിയ സെക്രട്ടറിയുടെയും കമ്മിറ്റിയുടെയും തെരഞ്ഞെടുപ്പ് നടക്കും. 23ാമത് പരമതത്വ സമീക്ഷാ സത്രത്തിന് പരിസമാപ്തിയായി. ഭഗവാന്റെ പാദങ്ങളിൽ ഭക്തർ സമർപ്പിച്ച വിഷ്ണു സഹസ്ര ജപനാമത്തോടെയും സമൂഹാർച്ചനയോടെയും പാർലിക്കാട് തച്ചാനത്തുകാവ് ദേവീസന്നിധിയിലെ സത്രവേദിയായ നൈമിഷാരണ്യത്തിൽ നടന്നു വന്നിരുന്ന പരമതത്വ സമീക്ഷാ സത്രം സമാപിച്ചു. കത്തിച്ചുവെച്ച നിലവിളക്കിന് മുന്നിലിരുന്ന ഭക്തർ പുഷ്പവും അക്ഷതവും ഭഗവാന് സമർപ്പിച്ചു. ആചാര്യന്മാർ ചൊല്ലിക്കൊടുത്ത മന്ത്രങ്ങൾ ഏറ്റുചൊല്ലി ഓരോരുത്തരും അർച്ചന ചെയ്തു. ലക്ഷ്മി അഷ്ടോത്തരം ചൊല്ലിയ ശേഷം ഹോമകുണ്ഡത്തിൽ പൂർണ്ണഹുതി സമർപ്പിച്ചു. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെയുള്ള 2000-ലധികം പേർ സമൂഹ അർച്ചനയിൽ പങ്കെടുത്തു. കുമ്പളങ്ങാട് പുതുമനയിലെത്ത പ്രേമചന്ദ്രവർമ്മ യജ്ഞാജയ ജമാനനും ജയശ്രീ വർമ്മ യജമാന പത്നിയുമായി രാവിലെ 8 മുതൽ ആരംഭിച്ച സമൂഹാർച്ചന ഉച്ചയ്ക്ക് 1 മണിയോടെ സമാപിച്ചു. സ്വാമി ഭൂമാനന്ദ തീർത്ഥ, സ്വാമിനി ഗുരുപ്രിയ, സ്വാമി നിർവിശേഷാനന്ദ തീർത്ഥ എന്നിവർ യജ്ഞച്ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ബ്രഹ്മർഷി ദേവപാലൻ ധ്വജാവരോഹണം നടത്തിയതോടെ 23ാമത് പരമതത്വ സമീക്ഷാ സത്രത്തിന് പരിസമാപ്തിയായി. തിരുവല്ലാമലയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് സ്ത്രീക്ക് ദാരുണാന്ത്യം. തിരുവില്ലാമലയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് സ്ത്രീക്ക് ദാരുണാന്ത്യം. തൃശൂർ കൂട്ടുപാത സ്വദേശി ഇന്ദിരാദേവി എന്ന 60-കാരിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7:15ഓടെയായിരുന്നു അപകടം. കാട്ടുകുളം ഗവൺമെന്റ് വൊക്കേഷണൽ സ്കൂൾ ഗ്രൗണ്ടിന് സമീപത്തെ വളവിൽ ബസ് തിരിയുമ്പോഴാണ് സീറ്റിലിരുന്ന ഇന്ദിരാദേവി പുറത്തേക്ക് തെറിച്ചു വീണത്. ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊല്ലങ്കോട് നിന്ന് കാടാമ്പുഴയ്ക്ക് വരികയായിരുന്ന മർവ എന്ന പേരുള്ള സ്വകാര്യ ബസ്സിൽ നിന്നാണ് ഇന്ദിരാദേവി തെറിച്ചു വീണത്. സംഭവത്തെ തുടർന്ന് പഴയന്നൂർ പോലീസ് ബസ് കസ്റ്റഡിയിലെടുത്തു. റോഡിലേക്ക് തെറിച്ചു വീണ ഇന്ദിരയുടെ തലയ്ക്കുൾപ്പെടെ ഗുരുതര പരിക്കേൽക്കുകയായിരുന്നു. ബസിന്റെ ഡോറിലൂടെയാണ് ഇന്ദിര പുറത്തേക്ക് തെറിച്ചു വീണത്. അപകടമുണ്ടായ ഉടനെ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ഇറങ്ങിയോടി. പഴമ്പലാംകോട്ട് കൂട്ടുപാതയിൽ നിന്നാണ് ഇന്ദിരയും മകളും ബസ്സിൽ കയറിയത്. പൂച്ച കുറുകെ ചാടിയതിനെ തുടർന്ന് ബ്രേക്ക് ചവിട്ടിയെന്നാണ് ഡ്രൈവറുടെ മൊഴി. പെട്ടെന്ന് ബ്രേക്കിട്ടതോടെയാണ് ഇന്ദിരാദേവി തെറിച്ചു വീണത്. കൈകൊണ്ട് പ്രസ് ചെയ്ത് തുറക്കുന്ന ഡോറായിരുന്നുവെന്നും കൈതട്ടി ഡോറ് തുറന്നതാവുമെന്നുമാണ് ബസ് ജീവനക്കാർ പോലീസിന് നൽകിയ മൊഴി.
പെരിയ ഇരട്ടക്കൊലക്കേസിലെ CBI കോടതി വിധിയിൽ CPIMന് തിരിച്ചടിയില്ലെന്ന് മന്ത്രി P. രാജീവ്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ CBI കോടതി വിധിയിൽ CPIMന് തിരിച്ചടിയില്ലെന്ന് മന്ത്രി P. രാജീവ്. വിധി കോടതിയുടേത് ആണെന്നും വിഷയത്തിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും P. രാജീവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നലെയാണ് കേസിൽ CPIM മുൻ MLA അടക്കം 14 പേരെ കുറ്റക്കാരാക്കി കോടതി വിധി പ്രഖ്യാപിച്ചത്. ജനുവരി 3 വിധി പ്രസ്താവിക്കും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനിരയായ സ്ത്രീ നൽകിയ പരാതിയെ തുടർന്ന് മുൻ ബാങ്ക് മാനേജറെ പ്രതി ചേർത്ത് കേസെടുക്കാൻ കോടതി ഉത്തരവ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനിരയായ സ്ത്രീ നൽകിയ പരാതിയെ തുടർന്ന് മുൻ ബാങ്ക് മാനേജറെ പ്രതി ചേർത്ത് കേസെടുക്കാൻ കോടതി ഉത്തരവ്. മാപ്രാടം മുത്രത്തിപ്പറമ്പിൽ ബിജു കരിമിനെതിരെയാണ് കേസെടുക്കാൻ ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. മൂർക്കനാട് പെയ്യറ ഗൗതമിന്റെ ഭാര്യ ജയക്ഷിയാണ് പരാതി നൽകിയത്. നിരവധി തവണ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും നടപടി ഉണ്ടാക്കാത്തതിനെ തുടർന്ന് കോടതിയെ സമീപിച്ചത്. ജയശ്രീയുടെ ഭർത്താവ് ഗൗതമൻ 2013 ബാങ്കിൽ നിന്നും 5 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. പിന്നീട് അടച്ചു തീർക്കുകയും കുറച്ചു പണം സ്ഥിര നിക്ഷേപം ഇടുകയും ചെയ്തു. 2018 ജയശ്രീയുടെ ഭർത്താവ് ഗൗതമൻ മരിച്ചു. 2022 യുവതിയുടെ വീട്ടിലെത്തിയ ബാങ്ക് ജീവനക്കാർ ഭർത്താവിന്റെ പേരിൽ 35 ലക്ഷത്തിന്റെ വായ്പ കുടിശ്ശികൊണ്ടെന്ന് അടച്ചു തീർക്കാനെന്നും ആവശ്യപ്പെട്ടു. വ്യാജ വായ്പയാണിതെന്ന് ചൂണ്ടിക്കാട്ടി യുവതി പോലീസിലും ക്രൈംബ്രാഞ്ചിലും പരാതിപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല. പിന്നാലെയാണ് കോടതിയെ സമീപിച്ചത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ മുഖ്യപ്രതിയാണ് ബിജു കരീം. സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സിനിമാ സീരിയൽ നടനെ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രശസ്ത താരം ദിലീപ് ശങ്കറാണ് മരിച്ചത്. തിരുവനന്തപുരം വാൻഡ്രസ് ജംഗ്ഷനിലെ സ്വകാര്യ ഹോട്ടലിലാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമായിട്ടില്ല. അമ്മ അറിയാതെ, സുന്ദരി, പഞ്ചാഗ്നി അടക്കം ഹിറ്റ് സീരിയലുകളിൽ അഭിനയിച്ച താരമാണ്. സീരിയൽ അഭിനയത്തിനായാണ് ഇദ്ദേഹം ഹോട്ടലിൽ മുറിയെടുത്തതെന്നാണ് വിവരം. 4 ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത്. 2 ദിവസമായി അദ്ദേഹം മുറിവിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ലെന്നാണ് വിവരം. ഒപ്പം അഭിനയിക്കുന്നവർ ദിലീപിനെ ഫോണിൽ വിളിച്ചിരുന്നെങ്കിലും കിട്ടിയിരുന്നില്ല. ഇവരും ഹോട്ടലിലേക്ക് അന്വേഷിച്ചെത്തിയിരുന്നു. ഇതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കി. അപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചിരുന്നു. വിവരമറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. മുറിക്കുള്ളിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തുമെന്നും കന്റോൺമെന്റ് ACP അറിയിച്ചു. എന്താണ് മരണകാരണമെന്നത് പോസ്റ്റ്മോർട്ടം പരിശോധനയിലേ വ്യക്തമാകുകയുള്ളൂ. കൊലയാളി പാർട്ടി ആരാണെന്ന് ജനങ്ങൾക്ക് വ്യക്തമായി അറിയാമെന്ന് AK ബാലൻ. കൊലയാളി പാർട്ടി ആരാണെന്ന് ജനങ്ങൾക്ക് വ്യക്തമായി അറിയാമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. പെരിയ കേസിന് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. കൊലപാതകം നടന്നത് CPIM ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പെരിയ ഇരട്ടക്കൊലക്കേസ് വിധിയോട് പ്രതികരിക്കുകയായിരുന്നു AK ബാലൻ. നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ എല്ലാം. നിയമപരമായി കാര്യങ്ങൾ നടക്കും. അതിന്റെ ഭാഗമായാണ് കോടതി വിധി. കൊലയാളി പാർട്ടിയെന്ന് CPIM എന്ന് പറയുന്നത് കോൺഗ്രസ് ആണല്ലോ. തൃശ്ശൂരിൽ ഇരട്ടക്കൊലപാതകം നടന്നല്ലോ. ഒരു കോൺഗ്രസ്സുകാരനെ മറ്റൊരു കോൺഗ്രസ്സുകാരൻ കൊല്ലാൻ ഒരു മടിയും കാണിച്ചില്ല. ഇത് കേരളം കണ്ടതാണ്. 2 ഗ്രൂപ്പായി പോയതുകൊണ്ടാണ് അത് സംഭവിച്ചത്. പച്ചയായി അറുത്തുകൊന്നു. ആ പാർട്ടിയാണ് CPIM കൊലയാളി പാർട്ടി എന്ന് പറയുന്നത്. ക്രിമിനൽ പാർട്ടി ഏതാണെന്ന് ജനത്തിനറിയാം. പെരിയ ഇരട്ടക്കൊലപാതകത്തിന് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല. CPIM ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെ നടന്ന കൊലപാതകമല്ല. പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ശക്തമായ നിലപാടാണ് പോലീസ് ആരംഭം മുതൽ സ്വീകരിച്ചത്. കേരള പോലീസ് അന്വേഷണത്തിന്റെ തുടർച്ചയാണ് CBI നടത്തിയത്. AK ബാലൻ പറഞ്ഞു. വയനാട് DCC ട്രഷറർ LM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ CPIM തനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ആവർത്തിച്ച് IC ബാലകൃഷ്ണൻ MLA. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മകന്റെ ആത്മഹത്യയിൽ CPIM തനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ആവർത്തിച്ച് IC ബാലകൃഷ്ണൻ MLA. ആരാണ് പണം തന്നത്? ആരാണ് പണം വാങ്ങിച്ചത്? പണം വെറുതെ വാങ്ങാനും കൊടുക്കാനുമുള്ള സംഗതിയാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അന്വേഷണം ആവശ്യപ്പെട്ട് നാളെ SP-ക്ക് പരാതി നൽകും. വിഷം കഴിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന NM വിജയനും മകനും കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. ഇതിന് പിന്നാലെയാണ് ബത്തേരി അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ട നിയമന അഴിമതികളിലാണ് ആത്മഹത്യയിലേക്ക് നയിച്ചെന്ന ആരോപണം ഉയർന്നത്. സമഗ്ര അന്വേഷണത്തെ ഞാനും സ്വാഗതം ചെയ്യുന്നു. ഈ നാട്ടിലെ നല്ലൊരു പൊതുപ്രവർത്തകൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന NM വിജയനെ ഏത് ഉപജാപക സംഘമാണ് ചതിച്ചതെന്ന് എനിക്കറിയണം. ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളല്ല അദ്ദേഹം. എന്താണ് സംഭവിച്ചതെന്നതിൽ വളരെ സമഗ്രമായ അന്വേഷണം വരണം. യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണം. IC ബാലകൃഷ്ണൻ വ്യക്തമാക്കി.
ഇനി ഒരു ഇടവേള. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രേ ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവരുടെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. ഹലോ ദോസ്ത് വടക്കാഞ്ചേരിക്ക് ഒരു കൈത്താങ് കൂട്ടായ്മയുടെ ഡിസംബർ മാസത്തെ കിറ്റ് വിതരണവും മരുന്ന് വിതരണവും നടന്നു. ഹലോ ദോസ്ത് വടക്കാഞ്ചേരിക്ക് ഒരു കൈത്താങ് കൂട്ടായ്മയുടെ ഡിസംബർ മാസത്തെ കിറ്റ് വിതരണവും മരുന്ന് വിതരണവും ഓട്ടുപാറ ഉഷസ് ഹാളിൽ വെച്ച് നടന്നു. ഹലോ ദോസ്ത് പ്രസിഡന്റ് KK അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ഇതിന്റെ ആരംഭം തന്നെ കോവിഡ് കാലഘട്ടത്തിലാണ്. കോവിഡ് കാലഘട്ടത്തിൽ നമുക്കറിയാം, ഭക്ഷണത്തിനും മറ്റുള്ളതിനൊക്കെ ബുദ്ധിമുട്ടിട്ട് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത ആ സാഹചര്യത്തിൽ അവർക്ക് ഭക്ഷണവും മറ്റുള്ള ആവശ്യ സാധനങ്ങളും മരുന്നുകളും ഒക്കെ ആയിട്ട് ആണ് ഇതിന്റെ ആരംഭം. അഡ്വക്കേറ്റ് ജനത റോയ് ഉദ്ഘാടനം നിർവഹിച്ചു. എന്നെ ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ വാസ്തവത്തിൽ ഞാൻ ആദ്യം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിൽ ഞാൻ തിരിച്ചു പറയാമെന്ന് പറഞ്ഞു. സാധാരണ കുറേ കടലാസ് സംഘടനകൾ നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു. വാസ്തവത്തിൽ ഞാൻ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്, എന്നാലും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു. അന്ന് തന്നെ നമ്മുടെ വർണ്ണ സാഹിബിന്റെ മരണാനന്തര ചടങ്ങിനെ ഞാനും അപ്പോൾ ഇദ്ദേഹവും കോയക്കുണ്ടായിരുന്നു അവിടെ. അപ്പം അതിന് 1 മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു വലിയ സംഘടനയാണ്, വലിയ പ്രവർത്തനം ചെയ്യുന്ന സംഘടനയാണ്. ഹലോ ദോസ്ത് സെക്രട്ടറി ബുഷറ റഷീദ്, വൈസ് പ്രസിഡന്റ് MH ഷാനവാസ്, ജോയിന്റ് സെക്രട്ടറി MJ ജയ്മോൻ, കമ്മിറ്റി അംഗങ്ങളായ OR രാമചന്ദ്രൻ, അബ്ദുൽ ഗഫൂർ, പ്രകാശൻ ചെമ്പത്ത്, നന്ദകുമാർ മാഷ്, ഷാബു പരുത്തിപ്പാറ, ശശിമാഷ്, സുരേഷ് കുന്നത്തുള്ളി, ഗോപി പരുത്തിപ്പാറ എന്നിവർ പ്രസംഗിച്ചു. സ്കൂൾ കലോത്സവത്തിൽ സമ്മാനം കിട്ടിയില്ലെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളെ പ്രതിഷേധത്തിന് ഉപയോഗിക്കരുതെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സമ്മാനം കിട്ടിയില്ലെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളെ പ്രതിഷേധത്തിന് ഉപയോഗിക്കരുതെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. പ്രതിഷേധിക്കാൻ ആരും വരണ്ട. കലോത്സവത്തിലെ മത്സരങ്ങൾ ജനാധിപത്യപരമായി എടുക്കണം. യുവജനമേളയുടെ അന്തസ്സും ചന്തവും നശിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ നടത്താൻ അനുവദിക്കില്ല. കലോത്സവത്തിന് കളങ്കമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അച്ചടക്ക ലംഘനമായി കണക്കാക്കപ്പെടും. പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. ജഡ്ജസിനെതിരെ പ്രതിഷേധം അനുവദിക്കില്ല. കുട്ടികളെ കൊണ്ടുവരുന്ന അധ്യാപകർക്ക് ഉത്തരവാദിത്വമുണ്ട്. സ്കൂൾ ഒളിമ്പിക്സിലുണ്ടായ സംഭവങ്ങൾ കലോത്സവ വേദിയിൽ ആവർത്തിക്കരുത്. മികച്ച ജഡ്ജിംഗ് പാനലാണ് ഉണ്ടാവുക, മന്ത്രി കൂട്ടിച്ചേർത്തു. വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അടിയന്തര പരോളിന് ശ്രമിച്ച് ഉത്തര കൊലക്കേസ് പ്രതി സൂരജ്. വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അടിയന്തര പരോളിന് ശ്രമിച്ച് ഉത്തര കൊലക്കേസ് പ്രതി സൂരജ്. അച്ഛന് ഗുരുതര അസുഖമാണെന്ന് പറഞ്ഞാണ് പരോളിന് ശ്രമിച്ചത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് ജയിൽ അധികൃതർ കണ്ടെത്തിയതോടെ പൂജപ്പുര ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ സൂരജിനെതിരെ കേസെടുത്തു. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ അച്ഛന് ഗുരുതര രോഗമാണെന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. തുടർന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറോട് തന്നെ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. സൂപ്രണ്ടിന് ലഭിച്ച സർട്ടിഫിക്കറ്റും അയച്ചു നൽകി. എന്നാൽ സർട്ടിഫിക്കറ്റ് നൽകിയത് താനാണെങ്കിലും ഗുരുതര രോഗമാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു ഡോക്ടറിന്റെ മറുപടി. ഇതോടെ രേഖ വ്യാജമാണെന്ന് മനസ്സിലാവുകയും സൂപ്രണ്ട് സൂരജിനെതിരെ പൂജപ്പുര പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഡോക്ടറിൽ നിന്നും വാങ്ങിയ ശേഷം അതിൽ ഗുരുതര രോഗമെന്ന് എഴുതി ചേർത്തതായാണ് കണ്ടെത്തൽ. പുറത്തുനിന്ന് ആരോ വ്യാജ രേഖയുണ്ടാക്കിയെന്നാണ് കണ്ടെത്തൽ. സൂരജിന്റെ അമ്മയായിരുന്നു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത്. സംഭവത്തിൽ സൂരജിനെയും അമ്മയെയും ചോദ്യം ചെയ്യും. പരോൾ ലഭിക്കാനായി വ്യാജരേഖയുണ്ടാക്കുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നു. ശബരിമല തീർത്ഥാടകർക്കായി പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും.
ശബരിമല തീർത്ഥാടകർക്കായി പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. നിലവിലുള്ള 7 കൗണ്ടറുകളുടെ എണ്ണം 10 ആക്കും. 60 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമായി പ്രത്യേക കൗണ്ടർ തുറക്കും. മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനമായത്. ഡിസംബർ 30 വൈകിട്ടാണ് മകരവിളക്ക് മഹോത്സവത്തിനായി ഇനി ശബരിമല നട തുറക്കുക. ജനുവരി 14 മകരവിളക്ക് മഹോത്സവം നടക്കുക. മകരവിളക്ക് മഹോത്സവം സുഗമമാക്കാൻ കൂടുതൽ KSRTC ബസ്സുകൾ പമ്പയിലേക്ക് സർവീസ് നടത്തും. ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ പോലീസിനെ നിയോഗിക്കാനും അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, എഴുത്തുകാരൻ MT വാസുദേവൻ നായർ എന്നിവരുടെ നിര്യാണത്തിൽ അനുശോചിച്ചു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, എഴുത്തുകാരൻ MT വാസുദേവൻ നായർ എന്നിവരുടെ നിര്യാണത്തിൽ അനുശോചിച്ചു. വായനശാല പ്രസിഡന്റ് MP നാരായണൻകുട്ടിയുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണവും സംഘടിപ്പിച്ചു. മച്ചാട് വിദ്വാൻ ഇളയത് സ്മാരക വായനശാല ഹാളിൽ നടന്ന അനുസ്മരണം വാർഡ് മെമ്പർ K രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. TS കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു. AM കൃഷ്ണൻകുട്ടി, PK ജയറാം, PK രവീന്ദ്രൻ, AM ബാലകൃഷ്ണൻ, ജോണി ചിറ്റിലപ്പള്ളി, AM ശശികുമാർ, ജ്യോതി സുനിൽകുമാർ, ഉഷ ജയകുമാർ, AK നാരായണൻ, KG ശങ്കരൻകുട്ടി, സുഭാഷ് പണിക്കർ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് പുനരധിവാസം വൈകില്ലെന്ന് റവന്യൂ മന്ത്രി K രാജൻ. CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ EP ജയരാജന് രൂക്ഷ വിമർശനം. 23ാമത് പരമതത്വ സമീക്ഷാ സത്രത്തിന് പരിസമാപ്തിയായി. തിരുവല്ലാമലയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് സ്ത്രീക്ക് ദാരുണാന്ത്യം. പെരിയ ഇരട്ടക്കൊലക്കേസിലെ CBI കോടതി വിധിയിൽ CPIMന് തിരിച്ചടിയില്ലെന്ന് മന്ത്രി P രാജീവ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനിരയായ സ്ത്രീ നൽകിയ പരാതിയെ തുടർന്ന് മുൻ ബാങ്ക് മാനേജരെ പ്രതി ചേർത്ത് കേസെടുക്കാൻ കോടതി ഉത്തരവ്. സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.